ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിട്ട് ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തനതായ ശൈലിയിലാണ് ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് അതായത് കട്ടിങ്ങോ പിന്നെ കൂട്ടിച്ചേർക്കലോ ഒന്നും ഉണ്ടാകുകയില്ല. എൻ്റെ തനതായ ശൈലിയിലാണ് ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതിന് കാരണം തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ സമയം വേസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് വേസ്റ്റ് ആക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ കമൻറ്റിൽ അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞൻ്റെ വീഡിയോ തന്നെ ഉണ്ടാ. അപ്പോൾ ഞാനിതിന് പേര് എൻ്റെ മനസ്സിലിട്ടിരിക്കുന്ന പേര് കുഞ്ഞെന്നാണ്. ഞാൻ ഇതിനകത്ത് എൻ്റെ ഓട്ടോയിൽ എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നീ എഴുതി നല്ല അടിപൊളിയാക്കണം നമ്മുടെ കുഞ്ഞിനെ. അപ്പോൾ കുഞ്ഞിനെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, അതായത് ഞാൻ എടുത്തിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞിട്ടാണ്. ഇത് 3ാമത്തെ ടെസ്റ്റാണ്. 2 ടെസ്റ്റുകൾ ഞാൻ ഉഡായിപ്പിൽ, അതായത് ഉഡായിപ്പിൽ എന്ന് വെച്ചാൽ അധികം പൈസ ഒന്നും ചിലവാക്കാതെ എൻ്റേതായ, അതായത് ഞാൻ തന്നെ പോളിഷും ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ടെസ്റ്റ് പാസ്സാക്കി എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അതായത് ഞാൻ തന്നെ പോളിഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ടെസ്റ്റിന് കൊണ്ടുപോകുന്ന വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനായി കൊടുക്കുക. അത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് വർക്ക്ഷോപ്പിൽ കയറ്റാൻ പോകുവാനായിട്ടാണ് ടെസ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട്. നോക്കിയാൽ കുഞ്ഞിനാകെ അലമ്പായിട്ടാണ്. അപ്പോൾ കുഞ്ഞിനെ അധികം എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനി നല്ല അടിപൊളിയായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഫുൾ ബോഡി വർക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. കുഞ്ഞിന് കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്. ആ അപാകതകളൊക്കെ ഒന്ന് മാറ്റിയിട്ട്, അപാകതകൾ ഒക്കെ അങ്ങനെയല്ലേ, അപാകതകളൊക്കെ മാറ്റിയിട്ട് കുഞ്ഞിനെ നമുക്ക് റോട്ടിൽ ഇറക്കണം. അപ്പോൾ എന്തായാലും ബോഡി വർക്കും അപ്പോൾസറി വർക്കും, ബോഡി വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ അപാകതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ കുഞ്ഞിൻ്റെ കംപ്ലീറ്റ് പടുത നമുക്ക് അഴിക്കണം. അതായത് വസ്ത്രാഭിഷേകം കുഞ്ഞിനെ ആദ്യം ചെയ്യണം. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പടുത അഴിച്ചിട്ട് വേണം നമ്മൾ സർവീസിന് കൊണ്ടുപോകാൻ. വണ്ടി ടെസ്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സർവീസിങ്ങാണ്, വാട്ടർ സർവീസ്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പടുതൊക്കെ കണ്ട ഈ പടുതൊക്കെ ഈ ബോഡിയിൽ നിന്ന് അഴിച്ച് മാറ്റി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം പോകും. പിന്നീട് ബോഡി വർക്ക് കഴിഞ്ഞ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോക്കിയാൽ ഞാൻ കുഞ്ഞിൻ്റെ ഈ ഭാഗമൊക്കെ അഴിച്ച് വെച്ചാണ് കണ്ട. ഇതൊക്കെ അഴിച്ച് ഞാൻ കാലത്ത് എണീറ്റിട്ട് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഊരിയെടുക്കാം. അതായത് നെയ്ക്കഡ് രൂപത്തിൽ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞിനൊന്ന് കുളിപ്പിച്ച് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ വർക്ക്ഷോപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണോ? അറിയാമായിരിക്കും. അപ്പം ഞാനൊരു വർക്ക്ഷോപ്പ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ പറയുണ്ടാവും ഏത് വർക്ക്ഷോപ്പിലാണ് നിങ്ങളുടെ മനസ്സിൽ പറയുണ്ടാവും. എന്നാലും ഇൻട്രോ നീണ്ടു പോകുന്നു കേട്ടോ. ഓക്കെ, എൻ്റെ ശൈലി എങ്ങനെയുണ്ട്? ഇത് മതിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫുൾ ബോഡി വർക്ക്, അതായത് അപ്പോൾസറിയും പിന്നെ അതുപോലെ തന്നെ ബോഡിയിൽ വല്ല വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഇനി അടുത്ത ടെസ്റ്റിന് പുതുതായി അപ്പോൾസറി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വണ്ടിയിൽ നിന്ന് പടുതൊക്കെ അഴിച്ചു മാറ്റി സർവീസ് ചെയ്താൽ മതി. അല്ലാത്തവർ വെറുതെ ഒന്ന് ബോഡി വാഷ് ചെയ്ത് അടിയൊക്കെ ഒന്ന് കഴുകി പെയിൻ്റ് അടിച്ച് എടുത്താൽ മതിയാവും. ഞാൻ ഫുൾ വർക്കിനായിട്ടാണ് ഈ അപ്പോൾസറി വർക്കൊക്കെ അഴിച്ചു മാറ്റുന്നത്. നമ്മുടെ വീട്ടിലെ പണിക്കാരാണ് കേട്ടോ. നോക്കിയത് നാളെ കൊണ്ട് പോട്ടാ, ടൈലിൻ്റെ പണിക്കാരാണ്. അതെ, നോക്കിയേ, അവർക്ക് നാണം കേട്ടാ. നമ്മുടെ ചാനലുണ്ടെന്ന് അറിയാലോ അല്ലേ? അപ്പം ഈ ബീഡിങ് ഒക്കെ ഞാൻ കാലത്ത് എണീച്ചിട്ട് അഴിച്ച് മാറ്റിയാണ് കേട്ടോ. അഴിച്ച് വെച്ചേക്കണേണ്. ഇതൊന്ന് അഴിച്ചെടുത്താൽ മതിയാവും കണ്ട. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ കണ്ട. എൻ്റെ അമ്മ അഴിക്കണ്ട. അല്ലോ നോക്കിയേ, അഴുക്ക് നോക്കിയേ. അതുപോലെ തന്നെ ബാക്കില
ബാക്കിലെ കർട്ടൻ. ഇവിടെ സ്ക്രൂ ഉണ്ട് കേട്ടോ. ആ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കണം. നോക്കി, ഇവിടെ സ്ക്രൂ ഉണ്ട്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ബാക്കിലെ കർട്ടൻ പോരും കേട്ടോ. അങ്ങനെ ഫുള്ള് നമുക്ക് ഇതിനെ നൈക്കഡ് ആക്കണം. ഓക്കെ, അഴിച്ച സാധനങ്ങളൊക്കെ താഴെ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിക്കാം. അഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ആരുമില്ല കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് അഴിക്കണം. ഞാൻ കാണിച്ചു തന്നേനെ പഠിത്ത. അങ്ങനെ അവിടെ കണ്ട സ്ക്രൂ നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പശ വെച്ച് ഒട്ടിച്ചെടുത്തേനെ. കണ്ട, ഇതെല്ലാം എടുത്തതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയണം. പിന്നെ അതുപോലെ തന്നെ അതെയും ഇതിവിടെ ഇവിടെ ഒരു സ്ക്രൂ കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ വലിച്ച് കീറിയെടുക്കാം. നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട് കേട്ടാ, നമ്മുടെ ഉസ്താദിനെ നിങ്ങൾക്ക് കാണണോ? ഞാൻ ഉസ്താദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരട്ടാ. എൻ്റെ ഉസ്താദാണ് ഇതാ വീഡിയോ എടുക്കണത്. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് അഴിച്ചു കളഞ്ഞിട്ടാ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നൈക്കഡ് ആക്കാൻ പോണേണ്. ബീഡിങ് ഒക്കെ എടുത്ത് മാറ്റാ. എന്താ, അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് ഇവിടെ സ്ക്രൂ വെള്ളം ചെയ്താണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പൊക്കിയെടുക്കാം. ഉസ്താദ് ഒന്ന് വന്ന് സഹായിക്കും ഉസ്താദേ. അത് പിടി, അപ്പുറം പിടി, വാ. ഉസ്താദ് ഒന്ന് വന്നു ഉസ്താദേ. ഫുൾ നൈക്കഡ് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ വണ്ടി. നമ്മുടെ ഈ വണ്ടിയുടെ അപ്പോൾസറി വർക്ക് ചെയ്തത് കളമശ്ശേരിയിലെ ജോൺസനാണ് കേട്ടാ. കറക്റ്റ് 6 വർഷം നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടാ. ഇതിന്റെ നോക്കിയാ, ഇത് നെറ്റിയൊക്കെ വലിച്ച് പൊട്ടിച്ചെടുക്കാട്ടാ. നെറ്റിയൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ലല്ലേ? സാധാരണ ഈ നെറ്റിയൊക്കെ ദ്രവിച്ചിരിക്കൂലടാ, ദ്രവിച്ചിരിക്കും. നെറ്റിയൊക്കെ നല്ല അടിപൊളി മരം കേട്ടാ. നോക്കിയേ, നെറ്റി നോക്കിയേ, നിക്ക് വെച്ചാൽ ഇത് ഇപ്പൊ കഴിയൂ. നിനക്ക് തിരക്കുണ്ടാ? ആ, ഇത് കൂളിപ്പോം കേട്ടാ. നോക്കിയേ, ചൂട് അകത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി കൂൾ ഫോം ചെയ്തിട്ടാണ് പടുത ഇടുന്നത് കേട്ടാ. നെറ്റി പോരാൻ പണിയാന്ന് തോന്നുന്നത്. നെറ്റി പിന്നെ എടുക്കാല്ലടാ, നെറ്റ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് എടുക്കാം. ഒന്ന് ഉസ്താദ് ഒന്ന് വന്ന് സഹായിക്കും ഉസ്താദ്. ഉസ്താദ് മാറിയിരിക്കണ എന്താ? ഉസ്താദിന് ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാണ്. എന്തോരം പൊടിയാ നോക്കിയേ. ആ പോലെ മച്ചാനെ, നമ്മളൊന്ന് സഹായിക്ക്. നെറ്റിയുടെ സ്ക്രൂ ആണ്. ഉസ്താദ് ഇതേ വണ്ടിയുടെ അപ്പോൾസറിയൊക്കെ അഴിച്ചുകൊണ്ടിരിക്കണ കേട്ടാ. ഉസ്താദിനെ ഞാൻ പയ്യനെ കാണിച്ചു തരാം. ഉസ്താദിന് ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാണ് കേട്ടാ. നോക്കി ഉസ്താദ് അയക്കണോക്കി. അവിടെ അടുത്തൊരു മച്ചാന കേട്ടാ. ഈ മച്ചാൻ നോക്കിയേ, ഒന്ന് ഹായ് അടിച്ചേടാ.
തുരുമ്പായെന്നാണ് ഉസ്താദ് പറയുന്നത് കേട്ടാ. നോക്കിയേ തുരുമ്പ് കംപ്ലീറ്റ് തുരുമ്പ്. നോക്കിയേ ഇതൊക്കെ തുരുമ്പായിട്ടാ. നോക്കിയേ കണ്ടാ ഇതൊക്കെ തുരുമ്പായി. ശരിക്കും പറഞ്ഞ കമ്പനി പൈപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ തുരുമ്പായി പോയത്. ഓ ഇവിടെയൊക്കെ പോയി കിടക്കണ്ടാ. നോക്കിയേ ശരിക്കും ഇത് കമ്പനി വന്ന പൈപ്പ് തന്നെ കേട്ടാ ഇട്ട് ചെയ്തേക്കണത്. 6 വർഷം നിന്നുള്ളൂ. നോക്കിയേ ഇവിടെയൊക്കെ നോക്കിയേ എന്താ ഇവിടെയൊക്കെ തുരുമ്പായിട്ടാ. ഇവിടെ കംപ്ലീറ്റ് അഴിച്ച് പണിയേണ്ടി വരുമെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ബോഡി വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നോക്കിയേ ഇവിടെയൊക്കെ ഹോൾസായി. നോക്കിയേ പിന്നെ ഇവിടെയൊക്കെ നോക്കിയേ കംപ്ലീറ്റ് അഴുക്കും പൊടിയാണ്ടാ. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഉസ്താദേ വലിയ ഉപകാരമായിട്ട് ഉസ്താദേ. ഇത് നമ്മുടെ ഉസ്താദാണിട്ടത്. ഉസ്താദായിട്ട് നാടൻ തന്നെ. അത് നോക്കിയേ പണ്ടത്തെയൊക്കെ വലിച്ചു ഊരിട്ടാ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നേരെ സർവീസ് സെൻറ്ററിലേക്ക് പോയി ഫുൾ വാട്ടർ സർവീസ് ചെയ്തെടുക്കണം. അതെ നോക്കിയേ ബോഡി വർക്ക് കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിൻ്റെ അവസ്ഥ നോക്കിയേ എന്താ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് അഴുക്ക് പിടിച്ചിരിക്കാൻ കേട്ടാ. ഒക്കെ കഴുകി ക്ലീനാക്കി എടുക്കണം. എന്താ ഇവിടെയൊക്കെ തുരുമ്പായിട്ടാ. ഈ ഭാഗത്തൊക്കെ തുരുമ്പായി. അതുപോലെ തന്നെ ഈ ഭാഗവും നോക്കി അത് വലിയ ഹോൾസായിട്ടാ. പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ തുരുമ്പായിട്ടുണ്ട്. അതുപോലെ ഇവിടെ പോയിട്ടാ ഇവിടെ ഹോളായി. ഇവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഭാവിക്ക നമ്മളെ കുഞ്ഞിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? വളരെ ദയനീയമാണല്ലേ. 6 വർഷമായി ബോഡി വർക്ക് ചെയ്തിട്ട്. അപ്പൊ ഈ പ്രാവശ്യം ടെസ്റ്റിന് കംപ്ലീറ്റ് വർക്കും ചെയ്യാന്ന് വെച്ചു. ബോഡിയൊക്കെ ഒന്ന് ഇറക്കി. ബോഡി ഇറക്കല്ല, പാച്ച് വർക്കൊക്കെ ഉള്ളത് തീർത്തിട്ടെ. കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്. ഈ കമ്പിയൊക്കെ കണ്ട, ഈ പോസ്റ്റൊക്കെ കണ്ട, ഈ പോസ്റ്റൊക്കെ വളഞ്ഞിരിക്കണത്. ഇത് കണ്ട, ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അത് പടുത വരൂലേ, പുതിയ അപ്പോൾസറി വരുമ്പോ കൂന് പോലെ ഇരിക്കും ഫ്രണ്ടില്. കണ്ട, ഫ്രണ്ടിലല്ല മുകളില്. വെള്ളം നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഇല്ല ഇല്ല, ഇത് ഓവറായി പോയി. അത് ഓവറായി പോയി. ഇതിങ്ങനെ കുഞ്ഞിക്കൂനെ നിക്കണ പോലെ നിൽക്കും. ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ സൈഡ് ഇങ്ങനെ മുഴ പോലെ ഉണ്ട്. ഈ 2 സൈഡും ഇങ്ങനെ മുഴ പോലെ ആയിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ആക്കി എടുക്കണം. എന്തായാലും വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് പുള്ളിയുടെ അഭിപ്രായം കൂടി ഒന്ന് കേട്ടിട്ട് അത് എന്താണെന്ന് വെച്ച് ചെയ്യാം അല്ലേ. വെള്ളം നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. ഇല്ല അതല്ല, അത് വെള്ളം നിൽക്കണ ചെറിയൊരു സ്ലോപ്പ് മതി. ഇത് ഓവറായി പോയി. കണ്ടില്ലേ, വളഞ്ഞ് മഴവില്ല് നിൽക്കണ പോലെ നിൽക്കണത്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ നേരെ സർവീസിന് കൊണ്ടാണ്, വാട്ടർ സർവീസ്. അത് കഴിഞ്ഞ് അതല്ലേ അഴുക്കൊക്കെ പോയി കിട്ടുമ്പോഴേ. ഭാവിക്ക ഇതിന്റെ പേരെന്താന്ന് അറിയാമോ? നമ്മുടെ വണ്ടിയുടെ പേര് കുഞ്ഞൻ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പേരെങ്ങനെയുണ്ട്? അപ്പൊ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാ. അല്ല, അതിന് മുമ്പ് വാട്ടർ സർവീസ് നേരെ വർക്ക്ഷോപ്പിലേക്ക്. ഓക്കേ.
ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ കുഞ്ഞനെ നല്ല അടിപൊളിയായിട്ട് സർവീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വാട്ടർ സർവീസ് അടിയൊക്കെ നല്ലോണം അടിപൊളിയായിട്ടാണ് കഴുകിയേക്കുന്നത്. ഇപ്പോൾ നമുക്ക് സമയം കളയാതെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ വർക്ക്ഷോപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏത് വർക്ക്ഷോപ്പാണെന്ന് നോക്കിയേ, കാണിച്ചു കൊടുക്ക്. വർക്ക്ഷോപ്പ് കാണിച്ചു കൊടുക്ക്. അതാ മട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ നമ്മ വണ്ടി ടെസ്റ്റ് വർക്കിന് കയറ്റിയിരിക്കുന്നത്. വാ നീ ഇങ്ങോട്ട് പോരട്ടെ, ക്യാമറ ഇങ്ങോട്ട് ഇരിച്ചോ. മറ്റേ റിയാസാണ് കേട്ടാ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ സർവീസ് ചെയ്ത് അടിപൊളി കുട്ടപ്പനാക്കിയാണ്ടാണ് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സർവീസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. 600 രൂപയാണ് ഒരു ഫുൾ സർവീസ് ചെയ്യുന്നതിന് എന്നോട് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നൗഷാദിനെ കാണാം. നൗഷാദില്ലേ? പട്ടാഞ്ചേരി നൗഷാദിന്റെ വർക്ക്ഷോപ്പിൽ നോക്കിയ വണ്ടി പട്ടാഞ്ചേരി നൗഷാദ് ഭയങ്കര തിരക്കിലാണ്ടാ. നൗഷാദ് നമ്മുടെ വണ്ടി കൊണ്ട് ടെസ്റ്റ് വർക്കിന് ഏറ്റുണ്ട് കേട്ടാ. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. തിരക്കില്ലേ? ആരാ വന്നെന്ന് നോക്കിയേ, പെരുന്തച്ചൻ നൗഷാദ് ഓട്ടോ ബോഡി വർക്കർ. അതെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്താ, ഇതെന്ത് ചെയ്യാൻ പറ്റും? പൈപ്പൊക്കെ പോയി കിടക്കണാണ്. കമ്പനി പൈപ്പ് ഒക്കെ കണ്ട. കമ്പനി പൈപ്പ് കൊള്ളൂല പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ഇത് നോക്കിയേ, കമ്പനി പൈപ്പ് പെട്ടെന്ന് വിറ്റോന്നു. പെട്ടെന്നല്ല, 6 വർഷം നിന്ന്. 6 വർഷമൊക്കെ വർഷമോ 5 കൊല്ലം സ്കോർ പൈപ്പ് അത് നൗഷാദിന്റെ പണിയില്ല. പിന്നെ എന്റെ വണ്ടി ഷെഡോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. നമ്മ പറമ്പിൽ കൊണ്ടുവരുന്ന മഴയും വെയിലൊക്കെ കൊണ്ട് അങ്ങനെ വരുമോ? പെട്ടെന്ന് തുരുമ്പ് എടുക്കും ഇല്ലല്ലേ? ഈ പൈപ്പിന് ക്വാളിറ്റി ഇല്ല, കമ്പനി ഒരു പൈപ്പിന് ക്വാളിറ്റി ഇല്ല. അല്ലേ? ഇപ്പൊ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പൈപ്പ് മാറി തരുമോ? പൈപ്പ് മാറാം, സ്ക്വയർ ആക്കണം. ഇതൊക്കെ അടിമുടി പണിയേണ്ടി വരും അല്ലേ? തരാം. നമ്മുടെ ഈ മുഴയില്ലേ, മുഴ ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. മുഴ മാറ്റാ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തകടടിക്കാം. നോക്കിയേ, എന്റെ വീട് പണി നടക്കാണ്. ഞാൻ അവസാന ഘട്ടത്തിലാണ് വീടിന്റെ മിനുക്ക് പണി. എല്ലാവർക്കും അറിയാലോ വീട് പണി നടക്കുമ്പോഴുള്ള അവസ്ഥ. നമുക്ക് ചെറുതായിട്ടൊന്ന് പൈസ ഒന്ന് മുടക്കിയാൽ മതി. വലിയ ഇതൊന്നും വേണ്ട, ആർഭാടത്തിലൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടി അടിപൊളിയാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പണിയാം. തൽക്കാലത്തേക്കൊന്ന് ഓടാൻ വേണ്ടി മാത്രം. ഈ മുഴ കണ്ട, ഇതാണ് ഞാൻ പറയാ കൂനി. അതൊന്ന് ക്ലിയർ ചെയ്യണം. മൊത്തത്തിൽ നല്ലൊരു ഷേപ്പില്. അത് ആർഭാടമൊന്നും വേണ്ട. അപ്പൊ എത്ര ദിവസത്തിന്റെ ഉള്ളിൽ തരും? നോക്കട്ടെ എന്തൊക്കെ ചെയ്യണോന്ന് നോക്കട്ടെ. എന്തൊക്കെ ചെയ്യണോന്നൊക്കെ നോക്കട്ടെ. റേറ്റ് ഒക്കെ പറ, ഫൈനൽ റേറ്റ് ഒക്കെ പറ. സമാധാനം ഉണ്ടാക്കാം, സമാധാനം ഉണ്ടാക്കാം. വണ്ടി ഫുൾ സർവീസ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇത് ഈ കണ്ട, ഈ ക്ലാമ്പിലേക്കാണ് സീറ്റിന്റെ ലോക്ക് വന്നത്. സീറ്റ് അഴിച്ചു വെച്ചാണ് കണ്ട, ഇതൊന്ന് ലോക്കായിട്ടിരിക്കും. കാരണം കുറെ ഇഷ്ടംപോലെ ജോലി, ഒരുപാട് ജോലി ടെൻഷനാണ്. കമ്പനി പൈപ്പിന്റെ അവസ്ഥയാണ് ഇത് നോക്കിയേ. എനിക്ക് തോന്നുന്നു 1 കൊല്ലം കൂടി ഇങ്ങനെ ഓടായിരുന്നെങ്കിൽ ഇത് അല്ലേ? 1 കൊല്ലം കൂടി ഇത് ഇങ്ങനെ ഓടായിരുന്നെങ്കിൽ ഇതൊക്കെ പൊട്ടിപ്പോയാനാ. കമ്പനി പൈപ്പ് പെട്ടെന്ന് പോകുന്നു, ഞാൻ പറഞ്ഞില്ല. പഴയ വണ്ടിയില്ലേ 2008-9 വണ്ടിയൊക്കെ, അതൊക്കെ നല്ല പൈപ്പായിരുന്നു. ഇങ്ങനെ ക്വാളിറ്റി ഇല്ല. ഞാൻ ഒരുപാട് വണ്ടിയായിരുന്നു ഇപ്പൊ 18 വണ്ടിയൊക്കെ പൊളിച്ചോണിയാണ്. കമ്പനി പൈപ്പ് അടിച്ച വണ്ടിയൊക്കെ ഒരുപാട് പൊളിച്ചു. അതുപോലെ ഇവിടെയൊക്കെ പോയി കിടക്കണ്ട നോക്കി. ഇവിടെയും പോയി കിടക്കണ കണ്ട. ഇതൊക്കെ അല്ല സ്ക്വയർ പൈപ്പ് അടിക്കുമ്പോ സ്ക്വയർ പൈപ്പ് അടിക്കുമ്പോ സ്ക്വയർ പൈപ്പിന് വരില്ല. സ്ക്വയർ പൈപ്പ് കുഴപ്പം വന്നിട്ടില്ല. അതാണ് സ്ക്വയർ പൈപ്പ് കിട്ടാം. ഇതിന് വലിയ വെൽഡ് ചെയ്താൽ മാത്രം ചെറിയൊരു തുരുമ്പോലെ വന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം കുറച്ച് തുരുമ്പുണ്ട് കേട്ടോ. ഇവിടെ ഈ പ്ലാറ്റ്ഫോം
നോക്കണം. അടിയിലും കുറച്ച് തുരുമ്പുണ്ട്. ഇവിടെ അടിയിലൊന്നും വലുതായിട്ട് തുരുമ്പില്ല. നൗഷാദേ നൗഷാദിന്റെ ചിരി കാണിച്ചു തരാടാന്നുള്ള ചിരിയാന്ന് തോന്നുന്നത്. ഈ മച്ചാനെ മനസ്സിലായ? ആരെങ്കിലും പറയോ ഈ മച്ചാൻ ആരാന്ന്? ഈ മച്ചാന്റെ വണ്ടിയാണ് നമ്മ കേബിൾ സിസ്റ്റം ആക്കിയത്, ഡോറും ഡിക്കിയും. അപ്പൊ ആ വീഡിയോ, ഷോർട്ട് വീഡിയോ ഏതാണ്ട് 7,30,000 പേര് കണ്ടിട്ടുണ്ട് കേട്ടാ. അതിന്റെ അകത്ത് കൂടുതലും 7,00,000 മുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിലും കൂടുതൽ കമന്റ് വന്നാൽ അതിന്റെ സ്പീഡ് ഭയങ്കര ആയിപ്പോയെന്നാണ്. അത് സ്പീഡൊക്കെ നൗഷാദ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ കിടക്കണേ മച്ചാന്റെ ഓട്ടോറിക്ഷ കിടക്കണ്ട. അപ്പൊ ഇതിന്റെ വീഡിയോ ഉടൻ നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടാ. ഡോറിന്റെ സെറ്റിങ്സ് ഒക്കെ ക്ലിയർ ആക്കിയ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ വരാല്ലേ? അവര് പോണേ തന്റെ വണ്ടി, നിന്റെ വണ്ടി കിട്ടിട്ട് ആ വണ്ടി കിട്ടാറോ? ഈ വണ്ടി ഹാൻഡ് ബ്രേക്ക് വെച്ചിടാ. ഹാൻഡ് ബ്രേക്ക് ഇല്ല, ഗിയറാണ്. ഓക്കേ. അപ്പൊ നൗഷാദേ, അപ്പൊ ചാടി ചാടി നമ്മുടെ വണ്ടി ഒന്ന് പണിയിട്ടാ. പെട്ടെന്ന് തരല്ലേ? ഓക്കെ. ഒരാഴ്ചക്കുള്ളിൽ ഓക്കെ, കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ആക്കിയിട്ടേക്കാണ്. സൈഡിലേക്ക് കിടന്നു പോരുന്നു കേട്ടാ. ഓക്കെ ശരി നൗഷാദേ, ഒന്ന് തമ്പടിച്ചേക്ക്. അപ്പൊ നമ്മുടെ ഓട്ടോറിക്ഷ നൗഷാദിന്റെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നൗഷാദ് പറയണത് എത്ര ദിവസം കൊണ്ട് തീരും? ഒരാഴ്ച കൊണ്ട് തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നൗഷാദ് ബോഡി വർക്കിന്റെ കാശോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എന്തായാലും നല്ല അടിപൊളിയാക്കി തന്നെ കേട്ടാ. പൈപ്പ് ഇട്ട് ചെയ്തു. നമ്മുടെ വണ്ടി നല്ല ഷേപ്പിൽ അടിപൊളിയാക്കി തരണം. അപ്പൊ വണ്ടി പണിതതിന് ശേഷം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.